ശരീരം കൊണ്ട് മാത്രം വിശേഷം നൽകപ്പെട്ടവനല്ല മനുഷ്യൻ. അവൻ്റെ ധിഷണയും ചിന്തയും ഈ ലോകത്തെ എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനെ ഉത്കൃഷ്ടനാക്കുന്നു. ഈ ലോകത്തുള്ളതെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത് മനുഷ്യർക്ക് അനുഭവിക്കാനാണ് എന്ന് വരുമ്പോൾ മനുഷ്യൻ്റെ പ്രാധാന്യം പറയാൻ വേറെ പരാമർശങ്ങളുടെ ആവശ്യമില്ല. പരിശുദ്ധ ഇസ്ലാം മനുഷ്യനെ അവതരിപ്പിച്ച അത്രയും സമഗ്രമായ പ്രയോഗങ്ങൾ വേറെ നമുക്ക് കാണാൻ കഴിയില്ല. ഏറ്റവും ഉത്തമ സൃഷ്ടിയാണെന്ന് പറയുമ്പോഴും അവനിൽ നിന്ന് ഈ ലോകത്തിന് മുഴുവനും കാരുണ്യം ലഭിക്കണമെന്നും എല്ലാത്തിനോടും കൃത്യമായ നീതിയോടും നിഷ്ഠയോടും പെരുമാറണമെന്നും മനുഷ്യനോട് മതം നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ലോകത്ത് ജീവിക്കുമ്പോഴുള്ള നന്മകൾക്ക് പ്രപഞ്ചത്തിൻ്റെ അധിപനായ അള്ളാഹുവിങ്കൽ പ്രതിഫലമുണ്ടെന്നും ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ മുന്നിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദർശനത്തിൻ്റെ അടിസ്ഥാനം തന്നെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട സനാതനായ സഞ്ചാര വഴി നിർണയിക്കപ്പെട്ട ആലോചനാപൂർവം കാര്യങ്ങളെ സമീപിക്കേണ്ട ഒരാൾ എന്ന രീതിയിലാണ്. മനുഷ്യർക്കൊപ്പം എന്ന് വിളിച്ചു പറയുമ്പോൾ സ്വാർത്ഥമായ താല്പര്യങ്ങളെ മുഴുവനും വെടിഞ്ഞ് നമ്മൾ ചേർന്ന് സഞ്ചരിക്കാനുള്ള മനോഗതിയിലേക്ക് വരണം എന്നാണ്. എല്ലാ ദിവസവും വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ പോലും ഒറ്റയ്ക്ക് ഒരാൾ നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം നിർബന്ധ നിസ്കാരം ഒരാൾ ഒത്തുചേർന്ന് നിസ്കരിച്ചാലുണ്ടാവും. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ പോലും എന്നെ വഴി നടത്തണമേ, എന്നെ നേർവഴിയിലാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥന ശരിയാവുകയില്ല. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും ഞങ്ങളെ എല്ലാവരെയും നേർവഴിക്ക് നയിക്കണമേ എന്ന ബഹുവചനത്തോടുകൂടി പ്രാർത്ഥിക്കണം എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാനും പരസ്പര സഹകരണത്തോടുകൂടി ജീവിക്കാനുമുള്ള മഹിതമായ ഒരു ദർശനമാണ് നമ്മുടെ മുമ്പിൽ ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്കെല്ലാം വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഭാഷയുടെയോ വ്യത്യാസങ്ങളോ വൈജാത്യങ്ങളോ ഇല്ല എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിക വിശ്വാസ മീമാംസകളുടെ മുഴുവനും അടിസ്ഥാനം എന്താണ്? ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനെ തിരിച്ചറിയുക എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല. അല്ലാഹു എന്ന് പറഞ്ഞാൽ ഒരു കുലദൈവത്തിൻ്റെ പേരല്ല, ഒരു ദേശത്തെ പ്രമാണിയുടെ പേരല്ല, ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരിയുടെ പേരല്ല, ഒരു കാലത്തെ ഛത്രപതിയുടെ പേരല്ല. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ അധിപൻ ആരാണോ അവനെ മാത്രം ആരാധിക്കുക എന്നതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അതിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ആഫ്രിക്കക്കാരനെന്നോ ഏഷ്യക്കാരനെന്നോ ഉന്നതനെന്നോ താഴ്ന്നവനെന്നോ അങ്ങനെ ഒരു വൈജാത്യങ്ങളുമില്ലാതെ എല്ലാവരും ആലോചിക്കുക, സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും ഇവിടെയുള്ള മുഴുവൻ പ്രതിഭാസങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു പരാശക്തിയുണ്ട്, ഒരു സൂപ്പർ പവറുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്സ് പറയുന്നുണ്ട്, ഈ ലോകത്തിന് ഒരു അധിപനുണ്ടെങ്കിൽ ആ അധിപന് തുടക്കവും ഒടുക്കവും ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ദ യൂണിവേഴ്സ് എന്ന പുസ്തകം പറയുന്നുണ്ട്. അതുപോലെ ഈ പ്രപഞ്ചത്തിന് തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത ഒരു പ്രപഞ്ചാധിപനുണ്ട്. ആ അധിപനെ നിങ്ങൾ ഉൾക്കൊള്ളുകയും ആരാധിക്കുകയും ചെയ്യുക. ഓരോ മനുഷ്യൻ്റെയും വിവേകവും വിചാരവും ഈ ചിന്തയിലേക്ക് വരണമെന്ന് ദേശവ്യത്യാസങ്ങളില്ലാതെ ഭാവവ്യത്യാസങ്ങളില്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻകാല പ്രവാചകന്മാരും ഒരേ ശൈലിയിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഈ പ്രഖ്യാപനം തെല്ലൊന്നുമല്ല കുത്തക ശക്തികളെ വേദനിപ്പിച്ചത്. മക്കയിൽ വെച്ചുകൊണ്ട് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ അവിടെയുള്ള മേലാളന്മാർക്ക് സഹിക്കാനായില്ല. ഞങ്ങളുടെ കീഴിൽ അടിമകളായി കഴിയുന്ന കറുത്തവരും കമ്പോളത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന അടിമകളും മുതലാളിമാരായ നമ്മളും ഈ പ്രപഞ്ചാധിപന്റെ മുമ്പിൽ അടിമകൾ എന്ന നിലയിൽ തുല്യരാണെന്ന് വിളിച്ചു പറയുന്ന ഒരു ദർശനം ലോകത്തെ ഏറ്റവും വലിയ സമത്വ ദർശനമാണ്.
എല്ലാവരും ആരാധിക്കേണ്ടത് ഒരു പരാശക്തിയാണ് എന്ന് പറയുന്ന ആശയം സ്വീകാര്യമല്ല. ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന നാളുകളിൽ ഒരുപാട് വിമർശങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ സത്യം ജയിച്ച് മുന്നോട്ട് വരികയും ലോകത്തേക്ക് മുഴുവനും അത് പരന്നൊഴുകുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച രണ്ടാമത്തെ ആശയം എന്തായിരുന്നു? മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാകുന്നു എന്ന അവിടുത്തെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം പറയുമ്പോൾ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഐഡന്റിറ്റി എന്താണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പ്രപഞ്ചത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ തങ്ങളെ നിയോഗിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഒരു ഹൈന്ദവ കവിയുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, റഹ്മത്തുല്ലിൽ ആലമീൻ സേ ഹശ്ർ മേ മാനാ ഖുലേ. റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് വ്യക്തമാകും. മുജേ ബി ലേ ജായേങ്കെ ജന്നത്തുമേ, എന്നെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ വന്നിട്ടുള്ളത്. മേ ഹിന്ദു ഭി ത്വലബ്ഗാറെ മുഹമ്മദ് ബി ഹേ, ഞാൻ ഹൈന്ദവനാണെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടം വെക്കുന്നയാളാണ്. കാരണം അവിടുന്ന് മുന്നോട്ട് വെച്ച ദർശനം പ്രപഞ്ചത്തിന് മുഴുവനും കരുണ എന്നതായിരുന്നു. ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണല്ലോ ഞാൻ എന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഡൽഹിയിലെ ഒരു ഹൈന്ദവ കവി എന്ന് അടിച്ചാൽ തന്നെ ഓൺലൈനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കവിതകളും മറ്റും നമുക്ക് ലഭിക്കും. ഇതുപോലെ എല്ലാവർക്കും കരുണയുടെ അരുണപ്രവാഹം നടത്തിയ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്ദരനായ ഒരു സ്വഹാബി ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന കറുത്ത നിറമുള്ള സ്വഹാബിയോട് കറമ്പിയുടെ മോനെ എന്ന് വിളിച്ചപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുലീനനും സുന്ദരനുമായ സ്വഹാബിയോട് ചോദിച്ചു, അല്ല, ജാഹിലീയത്തിന്റെ വിവരദോഷകാലത്തിന്റെ അവശിഷ്ടങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിയിട്ടില്ലേ എന്നായിരുന്നു. ഇത് കേട്ടപ്പോൾ ആ ശിഷ്യന്റെ മനസ്സിലുണ്ടായ ഭാവമാറ്റം എന്തായിരുന്നു? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ വേദന മാറണമെങ്കിൽ നിങ്ങളെ ആ മാനസികമായി നൊമ്പരപ്പെടുത്തിയ വർണ്ണവെറിയുടെ വർണ്ണവിവേചനത്തിന്റെ പരാമർശത്തിന്റെ നൊമ്പരം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് മാറണമെങ്കിൽ നിങ്ങളുടെ കാൽപാദം എൻ്റെ മുഖത്തേക്ക് ചേർത്തു വെക്കണം, എന്നാൽ മാത്രമേ എനിക്ക് ആശ്വാസമാവുകയുള്ളൂ എന്ന്. ഈ വിധത്തിലേക്ക് കളർ പ്രജുഡീസും കളർ ഡിസ്ക്രിമിനേഷനും മാറ്റിക്കൊണ്ടുവന്ന് സമത്വത്തിന്റെ മഹാദർശനത്തെ അവതരിപ്പിച്ച തുല്യതയില്ലാത്ത വിലാസമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1437 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് പരലോകത്തേക്ക് യാത്രയായി. ആ പ്രവാചക പ്രഭുവിന്റെ ദർശനത്തിന്റെ മാധുര്യം ലോകം മുഴുവനും വായിച്ചും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. ആ മഹാദർശനത്തെ ലോകത്തെ എല്ലാവരെയും ഒരുമിച്ച് നിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ വേദഗ്രന്ഥം ഏതാണ്? പരിശുദ്ധ ഖുർആനാണല്ലോ. ആ ഖുർആൻ പറയുന്നത് ഇത് ഒരു പക്ഷത്തുകാർക്ക് വേണ്ടി മാത്രമുള്ള വേദമെന്നല്ല, ഒരു ദേശത്തുകാർക്ക് മാത്രമുള്ള വേദമെന്നല്ല, ഒരു കാലത്തേക്ക് മാത്രമുള്ള വേദമെന്നല്ല. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യകത്തിന് മുഴുവനും ഉള്ള മാർഗദർശനമാണിത്. പ്രപഞ്ചത്തിന് മുഴുവനുമുള്ള വഴികാട്ടിയാണിത്. ഇതിൽ പറയപ്പെട്ട പരാമർശങ്ങൾക്ക് മുഴുവനും കൃത്യമായ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു വേദഗ്രന്ഥം, എല്ലാവർക്കും പഠിച്ച് അറിയേണ്ട ഒരു മഹാവ്യക്തിത്വം, എല്ലാവരും ഉൾക്കൊള്ളാവുന്ന അടിസ്ഥാന ദൈവദർശനം, ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുമ്പോൾ വൈജാത്യങ്ങൾ ഏതുമുണ്ടായില്ല. അതുകൊണ്ടാണ് ആഫ്രിക്കയിൽ നിന്ന്, ഏഷ്യയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും എല്ലാ ദിവസവും ഒരേ ശബ്ദത്തിൽ, ഒരേ മാധുരിയിൽ, ഒരേ ലക്ഷ്യത്തിലേക്ക് ആളുകൾ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ആരാധനകൾ നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിലെ ഓരോ അനുഷ്ഠാനങ്ങൾക്കും യൂണിവേഴ്സാലിറ്റിയുണ്ട്, പ്രാപഞ്ചികതയുണ്ട്. ഇസ്ലാമിലെ എല്ലാ ആരാധനകൾക്കും പ്രാപഞ്ചികമായ സമീപനങ്ങളും വീക്ഷണങ്ങളുമുണ്ട്. ഇതിനെയെല്ലാം ഉൾക്കൊള്ളാനാകുമ്പോഴാണ് നമ്മൾ മനുഷ്യകത്തെ ഉൾക്കൊണ്ടവരായി മാറുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ ലോകത്ത് ഇസ്ലാമിക പ്രബോധനം നടത്തിയ ആളുകൾ ശബ്ദിച്ചതിനേക്കാൾ കൂടുതൽ മൗനം ദീക്ഷിച്ചവരായിരുന്നു. എന്ന് പറഞ്ഞാൽ
അവരുടെ ജീവിതം കൊണ്ടായിരുന്നു ഇസ്ലാം എന്താണ് എന്ന് വായിച്ചത്. മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി അജ്മീർ മലയുടെ മുകളിൽ വന്ന് ധ്യാനനിരതനായി ആരാധനയിൽ കഴിയുകയായിരുന്നു. ആ വാചാലമായ മൗനത്തിന്റെ പരിസരത്തേക്ക് ആളുകളെത്തി. ഈ വന്ന മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് നോക്കി, മുഖത്തേക്ക് നോക്കി, ഭാവങ്ങളിലേക്ക് നോക്കി. എന്തൊന്നില്ലാത്ത ഒരു ചാരുതയുണ്ട്. ആ മുമ്പിലേക്ക് ചെന്ന ആളുകൾ വേദന പറഞ്ഞു. എൻ്റെ കുട്ടിക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോൾ നീ ഏത് മതക്കാരനാണെന്ന് ചോദിച്ചില്ല. എനിക്ക് സാമ്പത്തിക അഭിവൃദ്ധി വേണമെന്ന് പറഞ്ഞപ്പോൾ നീ ഏത് ജാതിക്കാരനാണെന്ന് ചോദിച്ചില്ല. കറുത്തവനും വെളുത്തവനും എല്ലാം വന്നപ്പോൾ നിറത്തിന്റെ പേരിൽ അകറ്റിയും അടുപ്പിച്ചും നിർത്തിയില്ല. ഇങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മഹാദർശനത്തിന്റെ മഹൽ വ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഏറെ ആളുകൾ അടുത്തേക്ക് വന്നു. അങ്ങനെ മില്യൺ കണക്കിന് ആളുകൾ ആ ദർശനത്തിന്റെ ഭാഗമായി മാറി. അതുകൊണ്ടാണ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു പാവങ്ങളുടെ അത്താണിയായി, സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ ചക്രവർത്തിയായി ഇന്നും പരകോടികൾ സ്വീകരിക്കുകയും ഇപ്പോഴും അവിടെ എല്ലാ മതദർശനത്തിലെയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ അങ്ങേയറ്റം കശ്മീർ മുതൽ ഇങ്ങേയറ്റം കന്യാകുമാരി വരെ ആയിരക്കണക്കിന് സൂഫി ഗുരുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. അവിടെയെല്ലാം എല്ലാ മതജാതി വിഭാഗങ്ങളും എത്തിച്ചേരുന്നത് എന്തുകൊണ്ടാണ്? അവർ ജീവിച്ചിരുന്നപ്പോൾ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കണ്ടതുകൊണ്ട്. അവരിൽ പലരുടെയും ജീവിതകാലത്തെ പരിചാരകന്മാർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒരേ മതത്തിലെ ആളുകൾ മാത്രമായിരുന്നില്ല. ശ്രീനാരായണ ഗുരുവിനെ ഇവിടെ പരാമർശിച്ചു. അക്കാലത്ത് വർക്കലക്കടുത്ത് താമസിച്ചിരുന്ന സൂഫി ഗുരുക്കളുമായി അദ്ദേഹത്തിന് സമ്പർക്കമുണ്ടായിരുന്നു. ആ സമ്പർക്കത്തിലൂടെയാണ് കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് അദ്ദേഹത്തിന് ചോദിക്കാനായത്. ഈ ദർശനങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് മനസ്സിലാക്കാനായത്. സഹവാസം കൊണ്ട് ജീവിച്ചപ്പോഴും ഒരിക്കലെങ്കിലും ആ സൂഫി ഗുരു ശ്രീനാരായണ ഗുരുവിനോട് നീ നിർബന്ധമായും ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബലാത്കാരമായി മതത്തിലേക്ക് കൂട്ടിയില്ല. ഇസ്ലാം ജീവിച്ചനുഭവിപ്പിക്കുക എന്ന ഒരു സമത്വ ദർശനത്തെയാണ് അദ്ദേഹം അല്ലെങ്കിൽ ഗുരുക്കൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചത്. ഇക്കാലത്ത് മുൻഗാമികളായ പണ്ഡിതന്മാരുടെയും പ്രവാചക പ്രഭുക്കന്മാരുടെയും അതേ മാർഗധാരയിലൂടെ ഈ വർത്തമാനകാലത്ത് നമ്മെ നന്മയിലേക്കും അറിവിലേക്കും മോചനത്തിലേക്കും ഒരുമയിലേക്കും ക്ഷണിക്കാനുള്ള ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വിലാസമുള്ള സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ നമ്മുടെ മുമ്പിൽ നിന്ന് നയിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കാനായതു തന്നെ നമുക്ക് വലിയ ഒരു സൗഭാഗ്യമാണ്. ഇവിടെ ഒത്തിരിക്കാനായത് ഈ കാലഘട്ടത്തിലെ ഒരു ഭാഗ്യദർശനമാണ്. നമുക്ക് കേൾക്കാനുണ്ട് വിലപ്പെട്ട വാക്കുകൾ. ബഹുമാനപ്പെട്ട ബദർ ഉസ്താദ് അസ്സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി ഹഫിളഹുല്ലാഹു വറഅ സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള ആളുകൾക്ക് അറിവും അത്താണിയും അഭയവും നൽകി ദേശാന്തരങ്ങൾ സഞ്ചരിച്ച് നമ്മുടെ നാട്ടിലേക്ക് അറിവിന്റെയും നന്മയുടെയും അനുതാപത്തിന്റെയും ഒരുപാട് നിർമ്മാണ സാക്ഷ്യങ്ങളെ അടയാളപ്പെടുത്തിയ ശ്രേഷ്ഠ വ്യക്തിത്വം ആധികാരികമായി നമ്മളോട് സംസാരിക്കും. ഇസ്ലാമിക ആദർശ വിശ്വാസങ്ങളുടെ മാനുഷിക മുഖത്തെയും ആശയമുഖത്തെയും ആദർശതലത്തെയും ആധികാരികമായി നിരന്തരം നമുക്ക് പങ്കുവെച്ചു തരുന്ന ആദരണീയരായ ഗുരുവര്യർ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവറുകളും നമ്മളോട് സംസാരിക്കും. നമുക്ക് കേൾക്കാം. മനുഷ്യകത്തിന്റെ മഹാദർശനങ്ങളെ ഉൾക്കൊള്ളാനും ആത്മീയ ജീവിതത്തിന്റെ ഉന്നതിയിലൂടെ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാനും നമുക്കെല്ലാവർക്കും നിയോഗമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്.